അവരുടെ അടി വാങ്ങിച്ചിട്ടുള്ള ഒരു നന്മ എനിക്ക് വേണ്ട ചേച്ചിയമ്മേ. എന്നെ നോവിച്ചവർക്കുള്ള മറുപടിയാ ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത്. ഇനി അവരുടെ കൈ ആരുടെ നേരെ ഉയരരുത്. മോളെ, അത് കഴിഞ്ഞ സിദ്ധണ്ണൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ലേ, നേരത്തെ എനിക്കതൊരു മോഹമായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു വാശിയ. ചന്ദ്രമോളെ, 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 പാടില്ല. ആര് പാടില്ല? അല്ല, പാട്ടല്ല, പാടേ. അടിയുടെ പാട്. അത് മുഖത്തില്ല എന്ന് പറയുമായിരുന്നു. ഒരുത്തി അത്ര നെകളിക്കൊന്നും വേണ്ട. എന്റെ മോളുടെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് നാശത്തിനാണ്. അവളുടെ കുടുംബം ഞാൻ കുട്ടിച്ചോറാക്കും. അത്രയും വാശി വേണോ? താനക്കടെ ഉണ്ടായിരുന്നിട്ടുണ്ട് അളിയ അവളോട് ഞാൻ അതിക്രമം കാണിച്ചിട്ട് പോയത്. കഷ്ടം. അതെ, ഇടപെടാൻ വന്നപ്പോഴത്തേക്കും അടി കഴിഞ്ഞിരുന്നു. എന്താ സിദ്ധു, ഇതിന്റെ പിന്നില് നിനക്ക് വല്ല കയ്യും ഉണ്ടോ? അങ്ങനെ തോന്നിയോ? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. പോരെങ്കി അവള് നിന്റെ സുഹൃത്തും. നിന്നോട് ചോദിക്കാതെ അവൾ ഇങ്ങനൊരു സാഹസം കാണിക്കും. മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കണം, സ്നേഹിക്കുകയും വേണം. എന്റെ പോളിസി അതാ. എന്റെ പോളിസി നേരെ തിരിച്ചാ. ഇങ്ങോട്ടടിച്ചാ അങ്ങോട്ടും അടിക്കും. തീക്കൊള്ളി കൊണ്ടാ അവളിപ്പോ തല ചൊറിഞ്ഞിരിക്കുന്നേ. എന്നിട്ട് ആ തീക്കൊള്ളി എടുത്ത് വീടിന്റെ മുകളിലേക്ക് എറിഞ്ഞു. വീടിന് തീ പിടിക്കാൻ പിന്നെ വല്ലതും വേണോ? അച്ഛനിങ്ങനെ വെല്ലുവിളിച്ച് നിൽക്കാതെ വേഗം തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അതെ, അത് തന്നെയാ വേണ്ടത്. ആ അഹങ്കാരി ഒരു പാഠം പഠിപ്പിക്കണം. അവളെ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ മനോഹരൻ അയാളായിരിക്കും അനുഭവിക്കാൻ പോകുന്നു. ഈ നടേശന്റെ പല മുഖങ്ങളിൽ ചിലത് മാത്രമേ പലരും കണ്ടിട്ടുള്ളൂ. കാണാത്തത് പലതും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വാശി വേണോ? വാശി നാശമേ വരുത്തൂ. അച്ഛനൊന്നും മിണ്ടായിരുന്നേ. സ്വന്തം മോളെ ആരെങ്കിലും തല്ലിയാലേ മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും അച്ഛന്മാർക്ക് അത് നോക്കി നിൽക്കാൻ കഴിയുമോ? ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവളെ അനുഭവിക്കുക തന്നെ വേണം. അത് ഞാൻ ചെയ്തോളാം. എനിക്കതിന് ആരുടെ ഒത്താശയും വേണ്ട. ഇനി ഇതിന്റെ പേരിൽ നീ ഇവിടുന്ന് താമസം എങ്ങനെ മാറാൻ ഒരുങ്ങിയ? അങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അച്ഛാ. ചെയ്യരുത്. നീ ഇനിയും ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ആരെതിർത്താലും അതിനൊരു മാറ്റവും ഉണ്ടാകരുത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ചെയ്തതാണ് ഇതൊക്കെയെന്ന്? എന്നും കരുതാമല്ലോ. കൂടെ ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന പലരും കൂടെ ഇല്ലാത്ത സമയമല്ലേ. എനിക്കെല്ലാവരെയും സംശയമാണ്. ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല, സ്വന്തം നിഴലിനെ പോലും. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങില്ല. എനിക്ക് ഇവിടെ തന്നെ താമസിക്കുന്നതാ ഇഷ്ടം. ഞങ്ങൾക്കും അത് തന്നെയാ താല്പര്യം. എന്നാ അച്ഛൻ ഇറങ്ങട്ടെ മോളെ. മനോഹരൻ തീർന്നൊന്ന് കൂട്ടിയാൽ മതി. വെറുതെ പ്രശ്നം വഷളാക്കണോ? ഒന്ന് ക്ഷമിച്ചൂടെ? എന്റെ മോളെ തല്ലിയത് ക്ഷമിക്കാനോ? അതിന് നടേശൻ ചത്ത് രണ്ടാമത് ജനിക്കണം. എന്നെ ആരും പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ആരുടെ മധ്യസ്ഥതയും എനിക്ക് ആവശ്യമില്ല. എന്റെ മോൾക്ക് നൊന്നിട്ടുണ്ടോ തിരിച്ചും നോവിക്കണം. നോക്കും.
നടേശന്റെ തീരുമാനം അതാ. അച്ഛൻ ഇറങ്ങട്ടെ മോളെ. വിനാശകാലേ വിപരീത ബുദ്ധി. കഷ്ടം. നീയോ? അതെ, ഞാൻ തന്നെ. ദേവിക. എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ട് കയറി വന്ന്? മാഡം, ഈ വിപതി ധൈര്യം എന്ന് കേട്ടിട്ടുണ്ടോ? ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തി നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം ധൈര്യം അത്.